എനിക്ക് 14,000 വോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ BSP മറ്റു ദളിത് പ്രസ്ഥാനങ്ങൾ മറ്റു ഗ്രൂപ്പുകളെല്ലാം കൂടെ മത്സരിച്ചെങ്കിൽ 25,000 വോട്ട് ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അത്രയും വോട്ട് 25,000 വോട്ട് വെച്ച് കിട്ടിയാൽ അതൊരു മെസ്സേജ് ആയിരുന്നു കൊടുക്കാൻ കഴിയുമായിരുന്നു. 2019 കുറച്ചുകൂടി ശക്തമാക്കാമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തരം ചർച്ചകൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നില്ല എന്നുള്ളത്. ഇത്തരം ചർച്ചകൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നില്ല. ദളിതർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 10% മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ കണക്ക് ഗവൺമെന്റ് കണക്ക് 2% ആദിവാസികൾ, ഒരു 7% തോന്നുന്നു കേസിനൊക്കെ കൃത്യമായിട്ടറിയുന്നത്. നമുക്ക് ദളിത് ക്രൈസ്തവരായിട്ട് ഐക്യപ്പെടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? മുസ്ലിങ്ങളും ഈഴവരും കഴിഞ്ഞാൽ കേരളത്തിലെ ഡെമോഗ്രഫിയിൽ ഒരു 17%, 19% വരും കേരളത്തിലെ ദളിതർ. ശേഷം അടുത്ത 5 വർഷത്തേക്ക് കേരളീയ സമൂഹത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് എങ്ങനെ നമുക്ക് നേതൃത്വം കൊടുക്കാം? ദളിതർ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ സജീവ് ചേരമനോ അതല്ലെങ്കിൽ കേരളത്തിലെ ദളിത് നേതൃത്വങ്ങൾ ആര് മുന്നിൽ നിന്നാലും കേരളത്തിൽ ഒരു സാംസ്കാരിക നായകൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരോടൊപ്പം നിൽക്കുന്ന ഇതര കമ്മ്യൂണിറ്റികൾ, ദളിത് ക്രൈസ്തവർ ശക്തമാകണം. രാഷ്ട്രീയമായ ഒരു അവയർനെസ് അവർക്കിടയിൽ ഉണ്ടാകണ്ട. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയത്തെക്കാൾ പ്രബുദ്ധമാണ് ജൂതന്മാരുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. കാരണം ബൗദ്ധിക അധികാരികളൊക്കെ മാറിയിട്ടുണ്ട്. ബ്രാഹ്മണരെ പോലെ ഇന്ത്യയിൽ ബൗദ്ധിക അധികാരം എങ്ങനെയാണ് കൈകാര്യം, അതുപോലെ ജൂതന്മാർ മാറിയിട്ടുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ പോലും അതിന് ആദ്യം സംവിധാനം നടത്തുന്ന അവരാണ് തീരുമാനിക്കുന്നത്. ആ ബൗദ്ധിക അധികാരത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. അംബേദ്കറിസത്തിന്റെ പഠനത്തിലൂടെ അതിന്റെ വിശകലനത്തിലൂടെ നമുക്ക് ഒരു ബൗദ്ധിക ശേഷിയുള്ള അധികാരപക്ഷമാകാൻ പറ്റുമോ എന്നതാണ്. പറഞ്ഞിട്ട് അവര് വന്നു. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തൃശ്ശൂർ വന്ന് അത് എഴുതി കൊടുത്ത് ഇന്ന് രാവിലെയാണ് ഇത് കേരളത്തിലെ ദളിത് സമൂഹത്തിന് വലിയ ഒരു ഡിബേറ്റ് ആണ്, അതിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പൊ അത്രയും പ്രാധാന്യം നിങ്ങൾക്ക് ഭീമേഷൻ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എന്നെ വരികയാണെന്ന് പറഞ്ഞതിലല്ല ഞാൻ പറഞ്ഞത്. ചർച്ച ഞാനിവിടെ സ്വാഭാവികമായും ഭീമേഷൻ അവതരിപ്പിക്കുന്ന ഈ വിഷയങ്ങൾ ഒരു കാലമായിട്ട് കേട്ടുള്ളതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ വിമർശനാത്മകമായിട്ട് വരാം, പക്ഷെ അത് സംഘടനയെ വ്യക്തികളെയും വിമർശിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് അങ്ങനെ വാക്കുകൾ വന്നാൽ പോലും. പിന്നെ ആഭ്യന്തരമായ ഒരു വിമർശനമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഈ അംബേദ്കറിസം എന്നത് കാലങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അംബേദ്കറെ ഒരുപക്ഷെ 10-15 വർഷം മുമ്പ് അംബേദ്കറിസത്തെ വായിച്ച അർത്ഥത്തിൽ ഇപ്പോൾ വായിച്ചാൽ പോലും പോരാ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് RSSന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യയിൽ ചെങ്കോട്ടയിൽ ഒരു കാവിക്കൊടി ഉയർത്തിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു സംഘപരിവാർ RSSന്റെ 100ാം വർഷത്തിൽ. പക്ഷെ അവർക്ക് 40 സീറ്റ് കുറഞ്ഞതുകൊണ്ടാണ്. ആ 40 സീറ്റ് ഉത്തർപ്രദേശിലാണ് അവർക്ക് കുറഞ്ഞത്. 37-43 സീറ്റാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അവരുടെ കൂടെ വന്നത് കൊണ്ട് കിട്ടിയത് മാത്രം. ജൂനിയർ പാർട്ട്ണറാണ്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം സജീവ് ചേരമൻ പണ്ട് മുതലേ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ബാബറി തകർത്തെടുത്തുന്ന ഒരു ദളിതനെ സമാജ്വാദി പാർട്ടി ഇന്ത്യൻ അഭിനേഷ് പ്രസാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ 43 സീറ്റ് കിട്ടിയത് കൊണ്ടാണ് 240 ഇന്ത്യയിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ 240 വന്നുള്ളൂ. അല്ലെങ്കിൽ അവര് സഖ്യകക്ഷികളുമായി ഒരു 300-ലധികം വന്നിരുന്നെങ്കിൽ ഇന്ന് ഭരണഘടന പ്രസക്തമാകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചും നമ്മുടെ ഇപ്പൊ 80 മുതലുള്ള കുട്ടനാട്ടിലെ അമ്പലപ്പുഴയിലേക്ക് ഒരു സിനോറിയ വെച്ചുകൊണ്ടാണ് സജീവ് ചേരമനോട് സംസാരിച്ചത്. സുശീല ഗോപാലനും KP ജോസഫും ഒക്കെ മത്സരിക്കുമ്പോൾ, പിന്നീടൊക്കെ ആന്റണി ദളിത് ക്രിസ്ത്യാനി ആന്റണി മത്സരിക്കുമ്പോഴേ ഈ അവസ്ഥയോടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യത്തില് അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ആ ജനാധിപത്യ അവകാശം, വോട്ടവകാശം പോലും റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യ എത്തപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നു. ബീഹാറിൽ 62 ലക്ഷം ആൾക്കാർ പുറത്തായല്ലോ. കേരളത്തിൽ ഇപ്പൊ SIR നടക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോ മറ്റു വിഭാഗങ്ങളോ ഒരു 10-20 ലക്ഷം ആൾക്കാർ പുറത്താകാം. അതിനുള്ള എല്ലാ സർവ്വ സജ്ജീകരണങ്ങൾ ഇന്ത്യൻ സംവിധാനത്തെ മുഴുവൻ കയ്യിലിട്ട് അമ്മാനപ്പെടാൻ കഴിയുന്ന രീതിയിൽ
ഫാസിസം സംഘപരിവാർ വളർന്നിരിക്കുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ നടത്തുന്ന ഉദ്യമത്തിന് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ പറഞ്ഞ സഹോദരങ്ങളൊക്കെ പറഞ്ഞതിന് അംഗീകരിക്കുന്നു, ശരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു 15-25 വർഷം മുമ്പുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് പുതിയ ഒരു ഇന്ത്യയിലേക്ക് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ സാധ്യതകൾ വോട്ടവകാശത്തിലൂടെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനോടൊപ്പം ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന വെല്ലുവിളികളെ നമ്മൾ തെരുവിൽ എങ്ങനെ നേരിടും എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. ഒരുപക്ഷെ കേരളത്തിലെ ഇൻകാളിയും തുടങ്ങി ഇപ്പൊ ഈരപ്പച്ചനും അല്ലെ ഇങ്ങോട്ടുള്ള നമ്മുടെ ഒരുപാട് നേതൃത്വങ്ങൾ ഒരുപക്ഷെ 1940-കൾ വരെ നടത്തിയിട്ടുള്ള വലിയ സമര സജ്ജമായ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടി കേരളത്തിൽ ദളിതർ ഏറ്റെടുക്കേണ്ടതുണ്ട്. പിന്നെ അംബേദ്കറിസം പരിഹാരമാണ്. നമ്മൾ മനസ്സിലാക്കണം, അംബേദ്കറിസത്തെ നമുക്കിന്ന് ചർച്ച ചെയ്യുന്നതിൽ പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ ദളിത് എന്നൊക്കെ പറയുന്ന ആ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനയുമായി കോൺഗ്രസ്സുകാർ പോകുന്നുണ്ടല്ലോ, ജെബിയും വിളിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അവർ അംബേദ്കറേറ്റർ ആയതുകൊണ്ടല്ല. പക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ഒരു സംവിധാനത്തെയും ഇന്ത്യ രാജ്യത്ത് അംബേദ്കറൈറ്റ് ഐഡിയോളജിയിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുവരാൻ അംബേദ്കറിസത്തിന്റെ ആ വ്യാപ്തി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾക്കപ്പൊ ജോലി കുറവാണ്. അപ്പൊ ശത്രു സംഘപരിവാരാണ്, തുല്യതയ്ക്കെതിരെ നിൽക്കുന്നവരാണ്. പക്ഷെ അവരെ എതിർക്കാൻ സജി ചേരവൻ 3 പോയിന്റ് അവസാനം പറഞ്ഞു. അതിലൊന്ന്, എന്തുകൊണ്ട് സഹപീഡിതരുമായി രാജ്യത്തെ മർദ്ദിത സമൂഹങ്ങളുമായി നമുക്ക് ഐക്യപ്പെട്ടുകൂടാ. ഇപ്പൊ 2024 ഞാൻ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ആലപ്പുഴ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്. ആ സമയത്ത് ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മദനി തീവ്രവാദി ചെല്ലി വിളിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. അയാൾ അവിടെ ഇരുന്നോട്ട് പറഞ്ഞു, കേരളത്തിലെ മായാവതിക്ക് ഇതേപോലെ മെസ്സേജ് അയച്ചിട്ട്, അന്നത്തെ ഒരു ഡോക്ടറാണ് അന്ന് BSPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അല്ല ആനിമൽ ഹസ്ബൻഡറിയിലെ സുധാകരൻ സാർ, സോറി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ കേരളത്തിലെ പിന്നെ RMPയുടെ KK രമ അബ്ദുൽ നാസർ മദനി രമയാണെന്ന് വിടുന്നു. നിങ്ങളും അവർ MLA അല്ല, നിങ്ങൾ ഒന്നിച്ച് നിൽക്കാം. വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് 3 വർഷമായതേ ഉള്ളൂ. SDP രൂപീകരിച്ചിട്ട് 5 വർഷമായതേ ഉള്ളൂ. സമാജ്വാദി പാർട്ടി അങ്ങനെ ഒരുപാട് നേതൃത്വങ്ങളെ ഇവിടെ പറഞ്ഞു. മദനി മുൻകൈ എടുത്തിട്ട് പറഞ്ഞു, കേരളത്തിലെ ഈ സവർണ മുന്നേറ്റങ്ങൾക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കണം. ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞാണ്. 2014 വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് വെച്ച് ആ മീറ്റിംഗ് നടക്കുന്നു. KK രമ, KS ഹരിഹരൻ നമ്മുടെ കോഴിക്കോട്ട്, പിന്നെ എല്ലാവരും വന്നു. ഇപ്പൊ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയാൽ ഒരുപാട് ചർച്ച വഹിച്ചപ്പോൾ BSPയുടെ പ്രതിനിധി വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടാണ് യോഗം വിളിക്കുന്നത്. അപ്പൊ ഇവർ വിളിച്ചു ചോദിച്ചു, ഈ വെൽഫെയർ പാർട്ടിയുടെ ഹമീദ് വാണിയമ്പലം ഫോണിൽ വിളിക്കുകയാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഹൗസിൽ നിന്ന്. പറയുമ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ, ഇന്ന് മീറ്റിംഗ് നടക്കത്തില്ല. ഞാൻ പറഞ്ഞത് എല്ലാ പിന്നോക്ക ദളിത് മുസ്ലിം സമാജ്വാദി പാർട്ടിയുടെ SRPയുടെ വരെ ആൾക്കാർ പറഞ്ഞു, കേരളത്തിലെ ദളിതർ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ചിലരുടെ തീവ്രവാദ മുദ്ര മാറ്റാനായി, ആയിക്കോട്ടെ. പക്ഷെ മുസ്ലിങ്ങളെയും ദളിതരെയും പിന്നോക്കരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് ഒരു ചാലയ ശക്തിയായി എന്തുകൊണ്ട് കേരളത്തിലെ ദളിതർക്ക് വന്നുകൂടാ എന്നാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. കാരണം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ആ മുന്നണി മത്സരിച്ചിരുന്നെങ്കിൽ ഒരു അനുഭവം വെച്ച് വെൽഫെയർ പാർട്ടി, SDP, PDP, എന്തായാലും മദനി, അതില്ലെങ്കിൽ SRP, മറ്റു പാർട്ടികൾ, ഞാൻ ഒരു ആശയം മാത്രം വെക്കുകയാണ്, നിങ്ങളത് സ്വീകരിക്കണമെന്നില്ല. അതുപോലെ അങ്ങനെ മത്സരിച്ചാൽ 25,000 വോട്ട്, എനിക്ക് 14,000 വോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ BSP, മറ്റു ദളിത് പ്രസ്ഥാനങ്ങൾ, മറ്റു ഗ്രൂപ്പുകളെല്ലാം കൂടെ മത്സരിച്ചിരുന്നെങ്കിൽ 25,000 വോട്ട് ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അത്രയും വോട്ട് 20-25,000 വോട്ട് വെച്ച് കിട്ടിയാൽ അതൊരു മെസ്സേജ് ആയിരുന്നു കൊടുക്കാൻ കഴിയുമായിരുന്നു. 2019 കുറച്ചുകൂടി ശക്തമാക്കാമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തരം ചർച്ചകൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നില്ല എന്നുള്ളത്. ഇത്തരം ചർച്ചകൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നില്ല. ദളിതർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 10% മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ കണക്ക് ഗവൺമെന്റ് കണക്ക് 2%
ആദിവാസികൾ ഒരു 7 തോന്നുന്നു ഇന്ത്യൻസിനൊക്കെ കൃത്യമായിട്ടത്. നമുക്ക് ദളിത് ക്രൈസ്തവരായിട്ട് ഐക്യപ്പെടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? മുസ്ലിങ്ങളും ഈഴവരും കഴിഞ്ഞാൽ കേരളത്തിലെ ഡെമോഗ്രഫിയിൽ ഒരു 17%-19% വരും കേരളത്തിലെ ദളിതർ. എന്തുകൊണ്ടാണ് ദളിതനും ദളിത് തമ്മിൽ ഐക്യപ്പെടാത്തത്? നമ്മൾ പട്ടികജാതി പട്ടികവർഗം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത, ഒരു MLA സീറ്റ് പരിഗണിക്കാതിരിക്കുന്ന, രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാത്ത ദളിത് ക്രൈസ്തവരും കേരളത്തിലെ ദളിതരോട് നിന്നാണ്. അവർ നേതൃത്വങ്ങൾ ഒന്നിച്ചാൽ, രാഷ്ട്രീയ തലത്തിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം 18% ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ, 10.4% കേരളത്തിലെ പിന്നോക്ക ക്രിസ്ത്യാനികൾ, ലത്തീൻ ക്രിസ്ത്യാനികളടക്കം 8% ഉള്ളൂ കേരളത്തിലെ ഈ സുറിയാനികൾ എന്ന് പറയുന്നത്. അവർ മോശം നടത്തലില്ല. പക്ഷെ അവർക്ക് കേരളത്തിലെ അധികാരഘടനയിൽ 35 മാറ്റം എല്ലാ വർഷവും ഉണ്ട്. LDF UDF വന്നാലും മന്ത്രിമാരുണ്ട്, രാജ്യസഭയിലുമാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ LDF UDF എന്നൊരു സാധനം കേരളത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ചില പ്രതിസന്ധികൾക്കും കാരണമായിട്ടുള്ളത്. സജി ചെറുവൻ പറഞ്ഞൊരു കാര്യം അവസാനത്തെ പോയിന്റിൽ അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ പാർട്ടികളുടെ ശരിയാണ്. 2010 മുതലേ അതിന്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. BSP 5% വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ 5 MLA കേരളത്തിൽ നിന്ന് കിട്ടണം എന്ന നിലയിൽ, അല്ലെങ്കിൽ 10% വോട്ട് പിടിക്കുന്ന മറ്റൊരു പാർട്ടി 10 MLA കിട്ടുന്ന നിലയിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ 3 മുദ്രാവാക്യങ്ങളും കുറച്ചുകൂടെ ദീർഘമായി മുന്നിൽ വെച്ചുകൊണ്ട് ഷോർട്ട് ടൈമിൽ നമുക്കൊരു മുദ്രാവാക്യം വെക്കാൻ പറ്റുമോ ഐക്യത്തിന്റെ എന്നാണ് ഞാൻ ഭീമേഷിനോട് ചോദിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്, അത് വെക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വെക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത 5 വർഷത്തേക്ക് കേരളീയ സമൂഹത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് എങ്ങനെ നമുക്ക് നേതൃത്വം കൊടുക്കാം? ദളിതർ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ, സജി ചെയർമാനോ അതല്ലെങ്കിൽ കേരളത്തിലെ ദളിത് നേതൃത്വങ്ങൾ ആര് മുന്നിൽ നിന്നാലും കേരളത്തിൽ ഒരു സാംസ്കാരിക നായകൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരോടൊപ്പം നിൽക്കുന്ന ഇതര കമ്മ്യൂണിറ്റികൾ, ദളിത് ക്രൈസ്തവർ ശക്തമാകണം. രാഷ്ട്രീയമായ ഒരു അവയർനെസ് അവർക്കിടയിൽ ഉണ്ടാകണ്ട. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത്, രാഷ്ട്രീയത്തെക്കാൾ പ്രബുദ്ധമാണ് ജൂതന്മാരുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. 3 മിനിറ്റ് മതി ഒരു ഫ്ലൈറ്റ് അവരുടെ മേലിൽ ഓടിപ്പോവാൻ. കേരളത്തിൽ നിന്ന് ഡൽഹി പോകണം 1.5 മണിക്കൂറുള്ളൂ, 2 മണിക്കൂറുള്ളൂ. പക്ഷെ ഒരു ശത്രു രാജ്യത്തിന് പോലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ബൗദ്ധിക അധികാരികളൊക്കെ മാറിയിട്ടുണ്ട്. ബ്രാഹ്മണരെ പോലെ ഇന്ത്യയിൽ ബൗദ്ധിക അധികാരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ജൂതന്മാർ മാറിയിട്ടുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ പോലും അതിൽ ആദ്യം സംവിധാനം നടത്തുന്ന അവരാണ് തീരുമാനിക്കുന്നത്. ആ ബൗദ്ധിക അധികാരത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. അംബേദ്കറിസത്തിന്റെ പഠനത്തിലൂടെ, അതിന്റെ വിശകലനത്തിലൂടെ നമുക്ക് ബൗദ്ധിക ശേഷിയുള്ള അധികാരിവർഗമാകാൻ പറ്റുമോ എന്നതാണ്. ആ പാർട്ടിയെ മഹത്വം എന്നുള്ള അർത്ഥത്തിലല്ല, അവരിൽ നമ്മൾ പാഠം കൊടുക്കണം. ജമാഅത്ത് ഇസ്ലാമി അവർ UDF ഭാഗമാകാൻ പോവുകയാണ്. ഒരു മാധ്യമ സ്ഥാപനം വെച്ചുകൊണ്ട് ബൗദ്ധിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് UDF ഭാഗമാകും. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും അവരുടെ മേളിലേക്ക് നമ്മുടെ ഭൗതിക ശേഷിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ അംഗസംഖ്യ അല്ലെങ്കിൽ നമ്മുടെ ഈ അംബേദ്കർ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരും? ഏതെങ്കിലും ആൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അംബേദ്കർ തള്ളി പറയുമോ? അംബേദ്കർ അടിപൊളി തള്ളി പറയുമോ? അവസരം കിട്ടിയാൽ ഏറ്റവും വലിയ അംബേദ്കറായിട്ട് മൊട്ട അരുൺകുമാർ വരെ ചാടി വീഴുന്ന സമയമാണ്. കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും അംബേദ്കറുകളാകും. അപ്പൊ അവർക്ക് അംബേദ്കർ സത്യം ഇനി തടയാൻ പറ്റത്തില്ല. പക്ഷെ അതിന് പ്രാപ്തമാകുന്ന സമൂഹത്തെ മനഃപൂർവ്വം തടയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ ബൗദ്ധിക ശേഷിയിലേക്ക് നമ്മൾ വരണം, രാഷ്ട്രീയ തലത്തിലേക്ക് വരണം. അതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം പോലും കേരളത്തിലെ പല പ്രസ്ഥാനങ്ങളെയും ഞങ്ങൾ സമീപിച്ചു. ഞങ്ങൾ ജൂനിയർ പാർട്ണറാകാം. അന്ന് BSP വെച്ചെന്തോ 10 മണ്ഡലത്തിൽ BSP മത്സരിച്ചു കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. 2 ഒരെണ്ണം RP, 2 SDP, 2 വെൽഫെയർ, 1 PDP, SRP, 10 BSP മത്സരിച്ചോളാം പറഞ്ഞു. ചെയ്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്കൊരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ദളിതരെ ദളിത് പാന്തേഴ്സിനെയൊക്കെ കളിയാക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീട്. പക്ഷെ ദളിത് സാഹിത്യത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ശരൺകുമാർ ലിംബാലയും അല്ലെങ്കിൽ കേരളത്തിലെ അയ്യപ്പനും ഇന്ത്യയിലെ ദളിത് സാഹിത്യം അടയാളപ്പെട്ടു. പെൺ സാഹിത്യം പോലെ, പിന്നെ സ്ത്രീ സാഹിത്യം പോലെ ദളിത് സാഹിത്യം അടയാളപ്പെട്ടു. ദളിത് സാഹിത്യത്തിലൂടെയാണ് ഒരു സംശയം. അതിന് മോശം അർത്ഥം നമ്മൾ കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ദളിത് പാന്തേഴ്സ് അല്ലെങ്കിൽ ദളിത് പ്രസ്ഥാനം, കല്ലറസുകുമാറിന്റെ ദളിത് മുന്നേറ്റത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റും. ചരിത്രത്തിന്റെ ഭാഗമാണ്. ബഹുജൻ അതിന് പകരമാകുമെന്ന് എനിക്ക് വ്യക്തിപരമായ സംശയമാണ്. ബഹുജൻ എന്ന് പറഞ്ഞ തുളസീധരൻ ബഹുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ അർത്ഥമാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും എല്ലാവരും ഉൾപ്പെടുന്നു. അപ്പൊ അത് തർക്കം നമുക്ക് വേണ്ട.
ഇപ്പൊ ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് നമുക്ക് നിഷേധിക്കണ്ട, അവര് ദളിതരെ സംഘടിപ്പിക്കട്ടെ. ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് സംഗതികൾ അങ്ങനെ ഉണ്ട്. ആഭ്യന്തരമായ നമ്മുടെ വൈരുദ്ധ്യങ്ങളെ മൂർച്ഛിപ്പിക്കാനുള്ള സംഗതികൾ മാത്രമേ അത്തരം ചർച്ചകളിലേക്ക് പോകത്തുള്ളൂ എന്നാണ്. ഇപ്പൊ നാഗാന്ന് പേരിട്ടിരിക്കുന്നു. ഒരു 4000 വർഷം മുമ്പ് അല്ലെങ്കിൽ 3000 വർഷം മുമ്പുള്ള പേര്. അതെന്തിനാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇവിടെ വിമർശിക്കാം. അനിരുന്നാല് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയല്ലേ ജിയുടെ, അത് നമ്മൾ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പക്ഷെ സവർണക്കെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണത്തിനെതിരെ മനുഷ്യത്തെ നിഷേധിക്കുന്ന എല്ലാ മൂല്യങ്ങൾക്കെതിരെ ഉയർന്നു വരിക എന്നുള്ളതാണ്. പിന്നെ കേരളത്തിന്റെ പൊളിറ്റിക്സിൽ സജി പറഞ്ഞ കൺക്ലൂഷനിൽ എത്തുമ്പോൾ കേരളം ഈ ബൈപ്പോളറിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം EMSന്റെ ഒരു കുശാഗ്ര ബുദ്ധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 70കളിൽ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് EMS ഒരു ഭാഗത്തും അപ്പുറത്ത് കരുണാകരനും ഈ കേരളത്തിലെ ഏത് പാർശ്വവർഗത്തിന്റെ രാഷ്ട്രീയത്തെ 2 മുന്നണിയാക്കി. അത് നിയന്ത്രിക്കുന്ന 2 സവർണരായി. അതിന് കാരണം 59 വിമോചന സമരം തുടങ്ങി സജിയൊക്കെ തന്നെ പലപ്പോഴും അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുള്ള ഈ കേരളത്തിലെ അടിസ്ഥാന വിഷയങ്ങളെ ഈ എയ്ഡഡ് മേഖലാ നിയമനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഭൂപരിഷ്കരണവും ഒക്കെ റദ്ദ് ചെയ്യാൻ വേണ്ടി അവർ വിളിച്ച വികാരമുള്ള ഏറ്റവും വലിയ ദളിതനായിരുന്നു, അധികായനായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അധികായനായിരുന്ന നമ്മുടെ ചാത്തൻ മാഷ് റദ്ദ് ചെയ്തില്ലേ കേരളീയ സമൂഹം? ചാത്തൻ കൂട്ടാൻ പോകട്ടെ എന്ന് പറഞ്ഞില്ലേ? ഗൗരി ചോദ്യ ഞാൻ പറിക്കാൻ കൂടെ ഗൗരി ചോദ്യനെ വിളിച്ച്. അപ്പൊ അങ്ങനെ കേരളീയ സമൂഹത്തില് ഈ ഇത് പറഞ്ഞ ഈ വിമോചന സമരം റദ്ദ് ചെയ്തത് കേരളത്തിന്റെ വികാസത്തെയാണ്, അടിസ്ഥാന വികാസത്തെ. തമ്പരാക്കന്മാരോടൊപ്പം മറ്റുള്ളവരെ എത്തുമെന്ന് പറഞ്ഞ വികാസത്തെ 69 അല്ലെങ്കിൽ 70 റദ്ദ് ചെയ്തു. അതിനുശേഷം ഒരിക്കൽ പോലും കേരളം ഭൂമി, വിഭവം, അധികാരം, പങ്കാളിത്തം, ഈ പ്രാതിനിധ്യം ഇതിന് ഇടം കൊടുത്തിട്ടില്ല. അപ്പൊ കേരളത്തിൽ LDFനെയും UDFനെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാകാൻ പറ്റുമെന്നുള്ളതാണ്. അത് ചെറിയ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ആരംഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു. ഇലക്ഷനിൽ നമ്മളൊരു സാധനം വരുമ്പോൾ പലരും പറയും ഇത് ഇലക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ LDFനോട് UDFനോടൊക്കെ ബാർഗൻ ചെയ്യാം. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങൾ ആലോചിക്കണം എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഞാൻ സജി കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങളിലൊന്നും ദീർഘമായൊരു ലക്ഷ്യത്തിലായിരിക്കും നമ്മളത് വെക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പ്രാഥമികമായി 1-2 സ്റ്റെപ്പ് എന്തെങ്കിലും നമുക്ക് കുറെ മുദ്രാവാക്യങ്ങൾ വെക്കാൻ കഴിയണം. പിന്നെ അടിസ്ഥാനപരമായി നമുക്ക് പ്രസ്ഥാനം വേണം. ഏത് പ്രസ്ഥാനമാണോ താഴെ തട്ടിൽ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാകണം. അവിടെ ഒരു മധുവിനെ തല്ലിക്കൊല്ലുമ്പോൾ എല്ലാ പഞ്ചായത്തിലും പ്രതിഷേധിക്കാൻ നമുക്ക് ആള് വേണ്ടേ? കോട്ടയത്ത് ഞാൻ താമസിക്കുന്ന കോട്ടയത്താണ്. ഞാൻ വിശ്വനാഥ് എന്ന് പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരൻ ആദിവാസിയെ ഓടിച്ചിട്ട് കൊന്ന് 17-20 ദിവസം കഴിഞ്ഞാണ് കോട്ടയത്ത് ഒരു പ്രതിഷേധം നടക്കുന്നത് കാണുന്നത്. അന്ന് ആ സ്പോട്ട് പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണമല്ലോ. അതാണല്ലോ നമ്മുടെ ട്രഡീഷൻ. അല്ല, നമ്മൾ അതിജീവിച്ച് അങ്ങനെയാണല്ലോ. വഴി നടക്കാനും ഈ രാജ്യത്ത് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ പിതാക്കന്മാർ ചെയ്തില്ലേ? അപ്പോൾ പിന്നെ അത് ചെയ്യാൻ കഴിയുന്ന ഒരു പവർ ഗ്രൂപ്പായിട്ട് തെരുവിൽ നമ്മൾ ഉണ്ടാകണമെന്നുകൂടി ഞാൻ പറയുകയാണ്. ഓക്കെ.